ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് പാകിസ്ഥാൻ. രഹസ്യമായി ഇന്ത്യയിലേക്ക് ഭീകരരെ അയക്കുന്ന പാകിസ്ഥാന്റെ തന്ത്രം ഇതുവരെയും അവർ ഉപേക്ഷിച്ചിട്ടില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കാരണം പാക് അധീന കാശ്മീരിൽ വീണ്ടും ഭീകരർക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാൻ രഹസ്യമായി പരിശീലനം നൽകുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതോടുകൂടി തന്നെ ഇവർ ഭീകരപ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുകയാണ് എന്നതാണ്. ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാകിസ്ഥാന്റെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. അവർക്കുണ്ടാക്കിയ നാശനഷ്ടം ചെറുതല്ലായിരുന്നു എന്നതും സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും യുവാക്കളെ അടക്കം അവർ തീവ്രവാദത്തിലേക്ക് എത്തിക്കുകയും പരിശീലനം ചെയ്യുകയാണ്. ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ തീവ്രവാദ പരിശീലന ക്യാമ്പുകൾക്ക് വൻ നാശനഷ്ടം വരുത്തിവെക്കാൻ സാധിച്ചിരുന്നു. ഈ ഭീകര ക്യാമ്പുകളെല്ലാം തന്നെ പാകിസ്ഥാൻ പുനർനിർമ്മിക്കുകയാണ് എന്ന് രഹസ്യ അന്വേഷണ വൃത്തങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല, നേരത്തെ 70 മുതൽ 80 ഭീകരർക്ക് ഒന്നിച്ച് പരിശീലനം നൽകുന്ന മുൻ രീതി പാകിസ്ഥാൻ മാറ്റുകയാണ്. പകരമാകട്ടെ അവർ 20 മുതൽ 30 ഭീകരരുടെ ചെറിയ ബാച്ചുകൾക്ക് പരിശീലനം നൽകി വരികയാണ്. ഇതാകുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ബോംബ് ആക്രമണമോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായാൽ പോലും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പാകിസ്ഥാന്റെ ഈ ഒരു പുതിയ സംവിധാനം അവർ ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ ഉപഗ്രഹ സംവിധാനങ്ങൾക്കോ റഡാർ സംവിധാനങ്ങൾക്കോ ഡ്രോണുകൾക്കോ അടയാളപ്പെടുത്താൻ കഴിയാത്ത വിധം അതീവ രഹസ്യമായിട്ടായിരിക്കും ഈ ഭീകര ക്യാമ്പുകൾ പ്രവർത്തിക്കുക എന്നതാണ് മറ്റൊരു സവിശേഷത. പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഭീകര പരിശീലന ക്യാമ്പുകൾക്ക് ചുറ്റും റഡാർ കണ്ണുകളെ മറയ്ക്കാനുള്ള ആധുനിക സംവിധാനങ്ങളും സാറ്റലൈറ്റ് സിഗ്നേച്ചർ മാസ്കിങ്ങുകളും അല്ലെങ്കിൽ തെർമൽ മാസ്കിംഗ് സാങ്കേതിക വിദ്യയും ഇവർ ഉപയോഗിക്കാൻ തത്രപ്പെടുകയാണ്. അതുപോലെ തന്നെ കാടുകളുടെയും അതേപോലെ ചെറിയ പർവ്വതങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ടതും തീവ്രവാദങ്ങളെ ഒളിപ്പിച്ച് വളരെ കാലം സൂക്ഷ്മമായി അല്ലെങ്കിൽ എളുപ്പത്തിലുമുള്ളതായ സ്ഥലങ്ങളാണ് പാക് ചാരസംഘടനയായ ISI പുതിയ ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്കായി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നതും. ഭീകര പരിശീലനം നടക്കുന്ന പാക് അധീന കാശ്മീരിലെ അത്ഗം, അതുപോലെ സർദി, ലിബ, കോഡ്, കഹുത്ത എന്നീ പ്രദേശങ്ങളിൽ ഇനി ഇതിന് ഉദാഹരണങ്ങളാണ്. ജെയ്ഷെ മുഹമ്മദ്, അതുപോലെ ലഷ്കർ ഇ തൈബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ ഭീകര സംഘടനകളുടെ കമാൻഡർമാരായാണ് ഇവിടെ പരിശീലനങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നതും. ഇവിടെ ഇപ്പോൾ പാക് കമാൻഡർമാർ മാത്രമല്ല, കാശ്മീരിൽ നിന്നും ഭീകരരും ഈ ക്യാമ്പുകളുടെ ചുമതല വഹിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭീകര ശൃംഖലയ്ക്ക് തല പൊക്കാനാകാത്ത വിധം പരിക്കേൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നത് കരുതുന്നതിനിടയിലാണ് ഈ ആഴ്ചകൾക്കുള്ളിൽ തന്നെയാണ് പാകിസ്ഥാൻ അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ സേനയും രഹസ്യാന്വേഷണ ഏജൻസികളും ഇതേക്കുറിച്ച് ബോധവാന്മാർ തന്നെയാണ്. ഈ സംഭവ വികാസങ്ങളെക്കുറിച്ച് പരമാവധി രഹസ്യ വിവരങ്ങൾ ഇന്ത്യൻ ഏജൻസികൾ ശേഖരിച്ചു വരികയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. സാങ്കേതിക രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നുവെന്നും പറയുന്നു. മാത്രമല്ല, ജൂലൈ 3-ന് അമർനാഥ് യാത്ര ആരംഭിക്കുകയാണ്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 പേരെ കൊല ചെയ്ത ഭീകരാക്രമണത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്നതിന് അല്ലെങ്കിൽ അത് ഉണങ്ങുന്നതിന് മുൻപേ തന്നെയാണ് അമർനാഥ് യാത്രയ്ക്ക് തുടക്കമാകുന്നതും. ഇക്കുറി കൂടുതൽ സുരക്ഷാ സംഘങ്ങളെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുന്നേ പാകിസ്ഥാന്റെ ഭീകര പരിശീലന ക്യാമ്പുകൾ വീണ്ടും സജീവമാകുന്നു എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ കുറെ കൂടി രഹസ്യമായിട്ട് തന്നെ ആകാം അവ ഇക്കുറി പ്രവർത്തിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. 2025 ജൂൺ 28 ശനിയാഴ്ച ജമ്മുവിൽ അമർനാഥ് യാത്രയ്ക്ക് മുന്നോടിയായി തന്നെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം അതിർത്തി സുരക്ഷാ സേന ഉദ്യോഗസ്ഥർ കാവൽ നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.